Hello friends, welcome to our kitchen. In our kitchen we have mixed fried rice. Mixed fried rice ആവശ്യമായ സാധനങ്ങൾ basmati rice, carrot കൊത്തി അരിഞ്ഞത്, beans കൊത്തി അരിഞ്ഞത്, cabbage കൊത്തി അരിഞ്ഞത്, capsicum കൊത്തി അരിഞ്ഞത്, chicken കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, മുട്ട ചീകിയത്, Chinese seasoning, നെയ്യ്, green chili sauce, soya sauce, sunflower oil, സവാള കൊത്തി അരിഞ്ഞത്, ഒരു പട്ട, പൂവ്, ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ഞാൻ ഒരു കാര്യം പറയാം. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ചോറ് നമ്മൾ എങ്ങനെയാണോ സാധാരണ ചോറ് വെക്കുന്നത് പോലെ നമുക്ക് വെക്കാം. വേണമെങ്കിൽ ഗീ റൈസ് വെക്കുന്നത് പോലെ വെക്കാം. ഗീ റൈസ് വെക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നെയ്യൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. ഇതതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചോറ് സാധാരണ വീട്ടിൽ ചോറ് വെക്കുന്നത് പോലെ, പക്ഷേ വല്ലാതെ വേവരുത്. ഒരു പാകം വേവിന് നമ്മൾ എടുക്കണം. അതുപോലെ ഉപ്പിട്ടിട്ട് ചോറ് വേവിക്കണം. പിന്നെ ഒരു പട്ട, ഇതുപോലെ ഒരു പട്ട ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു പൂവ്, ഒരു കരാമ്പൂവ്, പിന്നെ ഒരു ഏലക്ക. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാക്കി വെച്ച ചോറാണ് ഇവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കൂടി നോക്കാം. അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിരിക്കും. അല്ലാതെ നെയ്ച്ചോറ് പോലെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ ചിലവരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ ഇട്ടതിന് ശേഷം അരി അതിലിട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കും. അപ്പം ഈ പച്ചക്കറിയൊക്കെ ഒരുപാട് വെന്ത് പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് ചോറ് ഇതുപോലെ വേവിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതുപോലെ ഒരു 4 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു. എന്തിനാണ് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നെയ്യ് മാത്രം ഉപയോഗിക്കുന്നതിന് പകരം സൺഫ്ലവർ ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക നമുക്കൊരു ഹോട്ടൽ ടേസ്റ്റ് വരും. ആദ്യം നമ്മളിതിലേക്ക് ഒരു വെളുത്തുള്ളി ഇതിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് നന്നാക്കി ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് അത് എന്നുവെച്ചാൽ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വെളുത്തുള്ളി നമ്മളതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് തിരിച്ചെടുക്കും. എന്നിട്ടാണ് ബാക്കി വെജിറ്റബിൾസ് നമ്മൾ ചേർക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ചതച്ച വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇടാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആ എണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെളുത്തുള്ളി തിരിച്ചെടുക്കാം. ആ ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഈ ചൈനീസ് സീസണിങ് നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതില്ലാതെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് അതുപോലെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. ഇത് ഓപ്ഷണലാണ്. ഇതുപോലെ ഞാൻ ഇപ്പം ഇതിൽ കാബേജ്, ബീൻസ്, ക്യാരറ്റ് ഇത്രയും വെജിറ്റബിൾസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതല്ല, ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് ഇതിൽ ചേർക്കുകയും ചെയ്യാം. ഈ വെളുത്തുള്ളി ഏകദേശം എണ്ണയിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചെടുക്കാം. ആ വെളുത്തുള്ളിയുള്ള ഒരു ഫ്ലേവർ നമ്മുടെ ഫ്രൈഡ് റൈസിൽ വരാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതിലേക്ക് വലിയ ഉള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ് ഞാൻ എടുത്തത്. ഇത്രയൊന്നും വേണ്ട. സവാള ഇട്ട് ഒരു 2 മിനിറ്റ് നേരം. പിന്നെ ചോറ് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അതുപോലെ മുട്ട ചീകി വെച്ചിട്ടുണ്ട്. മുട്ട ചീകിയതിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് ചീകി വെക്കുന്നത്. പിന്നെ ഈ ചൈനീസ് സീസണിങ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിലും ഉപ്പുള്ളതാണ്. പിന്നെ സോയാ സോസും ഗ്രീൻ ചില്ലി സോസും രണ്ടിലും ഉപ്പുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല.
ഈ ഉള്ളി മൂത്ത് പോകരുത്, വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവരുത്, ഒന്ന് വഴണ്ടി വരാൻ മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം. അടുത്തത് കുറച്ച് ക്യാരറ്റ് ഇതിലിട്ട് കൊടുത്തു. ഓരോന്ന് സെക്ഷനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നന്നായിട്ട് പൊടിയായി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഈ എണ്ണയിൽ കിടക്കുമ്പം തന്നെ അത് പെട്ടെന്ന് കുക്കാവും. ബീൻസ് അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ബീൻസ് പെട്ടെന്ന് ആ പച്ച കളറ് നഷ്ടപ്പെട്ടു പോകും. ക്യാരറ്റും ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഏകദേശം ക്യാരറ്റ് നമ്മളുടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാബേജ്, നമ്മളെല്ലാ വെജിറ്റബിൾസും ഇട്ട് കഴിഞ്ഞു. ഈ ക്യാപ്സിക്കവും മാത്രമേ ഇടാനുള്ളൂ. പിന്നെയുള്ള ചിക്കൻ പൊടിയായി എരിഞ്ഞ് അത് കുക്ക് ചെയ്തതാണ്, വേവിച്ച് വെച്ചതാണ്. അതുപോലെ മുട്ട സ്ക്രാമ്പിൾ അതും ഓൾറെഡി വെന്തതാണ്. നമുക്ക് ഈ ക്യാപ്സിക്കം കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും ആക്ച്വലി ഒരു ഫ്ലേവറാണ്, ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ഒന്നത് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടുന്നു. പിന്നെ ചോറിടുന്നു. നമ്മളുടെ ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കൊത്തി അരിഞ്ഞ് വേവിച്ച് വെച്ചതാണ്, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം നമ്മളെ സീസണിങ് ഉണ്ട് ഇവിടെ. സീസണിങ് 1 ടീസ്പൂണ് അതിലിട്ട് കൊടുത്തു. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ചേർത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശേഷം നമ്മുടെ നെക്സ്റ്റ് ഫൈനൽ ഐറ്റം നമ്മളുടെ മുട്ട ചീകിയതാണ്, അത് ഇതിലിട്ട് കൊടുത്തു. ഉപ്പ് വാരി ഇടരുത്, ഇപ്പോൾ ശ്രദ്ധിക്കണം. മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ചോറ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. സോയാ സോസിലും ഗ്രീൻ ചില്ലി സോസിലും ഉപ്പുണ്ട്. ഇനി നമ്മളുടെ ഫൈനൽ ഐറ്റം നമ്മൾ ചോറ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളത് വാർത്തെടുക്കുക വേണ്ടത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ച് നേരം ഒന്ന് ഫ്രൈഡ് റൈസാണ്, അപ്പോൾ അതൊന്ന് കുറച്ച് നേരം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചോറിനെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും മിക്സാവും. നമ്മളെ ഫ്രൈഡ് റൈസ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. നമ്മളൊരു പ്ലേറ്റിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കിയ ഫ്രൈഡ് റൈസ് ഒരു പ്ലേറ്റിൽ
നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സാലഡും കൂടെ, ഫ്രൈഡ് റൈസ് കഴിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടല്ലോ, അപ്പോൾ ഒരു സാലഡും കൂടെ ഞാനൊരു സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെക്കാം. അങ്ങനെ സാലഡിനൊപ്പം നമുക്കൊരു ഫ്രൈഡ് റൈസ് വിളമ്പാം.